2026 ഇലക്ഷന് ഇനിയും 6 മാസമായിരിക്കും ഉണ്ടായിരിക്കുക. മേയിലായിരിക്കും പൊതുവെ ഇലക്ഷൻ നടക്കുക. യഥാർത്ഥത്തിൽ 2026 ആര് വരണം? കോൺഗ്രസ് വരണോ, CPM വരണോ, അല്ലെങ്കിൽ UDF വരണോ, LDF വരണോ? BJP ഉണ്ട്. BJP ഗ്രോയിങ് സ്റ്റേജിലാണ്. പക്ഷെ അവർക്ക് അധികാരത്തിലെത്തുന്നവർ പോലും പറയുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ 35 സീറ്റ് കിട്ടിയാൽ ഭരണം പിടിക്കാൻ പറ്റുമെന്ന് സുരേന്ദ്രൻജിയെ പോലെ രാജീവ് ചന്ദ്രശേഖർജി പറയുമെന്ന് തോന്നുന്നില്ല. സാധ്യതകൾ LDF അല്ലെങ്കിൽ UDF ആണ്. CPM നയിക്കുന്ന LDF, കോൺഗ്രസ് നയിക്കുന്ന UDF. ഇതിൽ ആര് വരണമെന്നാണ് ആഗ്രഹം. അതിൽ രസകരമായ ഒരു സാമുദായിക സമവാക്യം അവതരിപ്പിക്കുകയാണ് നമ്മുടെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ. നമുക്കൊന്ന് കേൾക്കാം. നമുക്കൊരു കണക്ക് പരിശോധിക്കാം. ഇന്നിപ്പോ കേരളത്തിന്റെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 3. കുറച്ചൊരു സൗണ്ട് കൂട്ടിക്കോട്ടെ. നല്ല രസകരമായിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം ഒരു കണക്ക് പരിശോധിക്കാം. ഇന്നിപ്പോ കേരളത്തിന്റെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.5 കോടി ജനങ്ങളാണ്. ഈ 3.5 കോടി ജനങ്ങളിൽ ഏതാണ്ട് 40 ലക്ഷത്തോളം വരും നായർ സമുദായം എന്ന് പറയുന്നത്. നമ്മുടെ 3.5 കോടിയിൽ 40 ലക്ഷത്തോളം 10-12% നമ്മുടെ നായർ സഹോദരങ്ങളാണ്. എന്ന് പറയുന്നത് ഈ NSSന്റെ കീഴിൽ ഏതാണ്ട് 5400ഓളം കരയോഗങ്ങളുണ്ട്, 60 താലൂക്ക് യൂണിയനുകളുണ്ട്. നിശ്ചയമായും നായർ സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു സംഘടന തന്നെയാണ് NSS എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ തലത്തില്, മിഡിൽ ക്ലാസ്സില്, ഇതിലൊക്കെ നമ്മുടെ നായർ സമൂഹത്തിന്, ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ സമുദായത്തിന് വലിയ പ്രാധാന്യവും പ്രസക്തിയും ഉണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രബല വിഭാഗങ്ങളിലൊന്നാണ് നമ്മുടെ നായർ സഹോദരങ്ങൾ. 40 ലക്ഷം നായന്മാരുണ്ട്. അതുപോലെ തന്നെ SNDP 40 ലക്ഷം നായന്മാർ. വളരെ പ്രധാനപ്പെട്ട ഒരു ജാതി സംഘടനയാണ്. ഏതാണ്ട് നായന്മാരുടെ ഇരട്ടി വരും കേട്ടോ. 80 ലക്ഷത്തോളം വരും. ഈഴവരെന്ന് പറയുന്നത് അവരേതാണ്ട് 80 ലക്ഷം പേരുണ്ട്. പിന്തുണ വരുന്നു. അതുപോലെ തന്നെ SNDPയുടെ പിന്തുണ വരുന്നു. SNDP പിന്നെ വളരെ പരസ്യമായി തന്നെയാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ ഈ 1-ാം നമ്പർ കാറിൽ ഒരു രാഷ്ട്രീയ നേതാവിനെയും ഒരു ജാതി സംഘടനയുടെ നേതാവിനെയും വെള്ളാപ്പള്ളി നടേശൻ സാറിനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് ഒരു ഇൻഡയറക്ട് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ്. അതാണ് അതിന്റെ ഒരു സത്യം. ഇതുവരെ കയറ്റിയിട്ടില്ല. പക്ഷെ അയ്യപ്പ സംഗമത്തിന് വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിയാണ് പിണറായി വിജയൻ ആ സംഗമ വേദിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ SNDPയുടെ പരസ്യമായ പിന്തുണയുണ്ട്. അവർ 80 ലക്ഷം പേരുണ്ട്. അപ്പൊ 80 ലക്ഷം ഈഴവർ, 40 ലക്ഷം നായന്മാർ, 80ഉം 40ഉം 1 കോടി 20 ലക്ഷം എന്ന് പറയും. ഇത് പറയുന്നത് മുഴുവൻ NSSO SNDPയോ കേട്ടാൽ അതേപോലെ വോട്ട് ചെയ്യുന്നതല്ല. പക്ഷെ ബഹുഭൂരിപക്ഷം സമുദായത്തോട് ചേർന്ന് നിൽക്കുന്നവർ, ആ സമുദായത്തിന്റെ താല്പര്യം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വെച്ചാണ് അത് പറയുന്നത്. വോട്ട് ബാങ്ക് ചെറിയൊരു വോട്ട് ബാങ്കില്ല. ആ 2 വോട്ട് ബാങ്കുകളിലും ഇപ്പോൾ തങ്ങളോടൊപ്പമാണ് എന്നാണ് LDF അവകാശപ്പെടുന്നത്. ഇത് കൂടാതെ മാണി കോൺഗ്രസ് ഇപ്പോൾ LDFിലാണ്. ഏതാണ്ട് കേരളത്തിൽ 50 ലക്ഷത്തോളം വരുന്ന ക്രിസ്ത്യാനികളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ. 1 കോടി 20 ലക്ഷം ഹിന്ദുക്കൾ, 50 ലക്ഷം ക്രിസ്ത്യാനികൾ, 1 കോടി 70 ലക്ഷം പേർ. അതായത് കേരളത്തിന്റെ ജനസംഖ്യയുടെ 50% 3 പ്രോമിനന്റ് കമ്മ്യൂണിറ്റികൾക്കാണ്. അത് നായന്മാരാണ്, ഈഴവരാണ്, ക്രിസ്ത്യാനികളാണ്. ഈ 3 വിഭാഗങ്ങളും ഇപ്പോൾ തങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നാണ് CPM അവകാശപ്പെടുന്നത്, അഥവാ അവർ കരുതുന്നത്. ഇനിയിപ്പോ പാർട്ടി വോട്ടുകൾ കൂടി ചേരുകയാണെങ്കിൽ നിശ്ചയമായും തുടർഭരണം ഉറപ്പാണല്ലോ. അങ്ങനെയാണ് CPMന്റെ ഈ തുടർഭരണത്തെ കുറിച്ചുള്ള കാൽക്കുലേഷൻ വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന്റെ അവസ്ഥ വലിയ ഗതികേടിലാണ്, അഥവാ UDFന്റെ അവസ്ഥ വലിയ ഗതികേടിലാണ്. നമ്മുടെ UDFന്റെ ഘടന ഒന്ന് പരിശോധിച്ച് നോക്കി. കോൺഗ്രസിന് അത്യാവശ്യം സീറ്റുകൾ കിട്ടും, പിന്നെ ലീഗിന് അത്യാവശ്യം സീറ്റുകൾ കിട്ടും. ഇത് കഴിഞ്ഞാൽ പിന്നെ ആകപ്പാടെ 2 സീറ്റ് കിട്ടുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ജോസഫിന്റെ പാർട്ടിയാണ്. തൊടുപുഴയും കടത്തുരുത്തിയും 2 സീറ്റുകൾ വിജയിച്ചു വരും. പാലായിൽ മാണി സി കാപ്പൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ നമുക്കറിയില്ല. KK രമ വടകരയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ നമുക്കറിയില്ല. പിന്നെ CMPക്കാണെങ്കിൽ RSPക്കാണെങ്കിൽ 1 സീറ്റ് പോലുമില്ല. ഇതാണ് UDFന്റെ ഘടന എന്ന് പറയുന്നത്. ആ സമയത്താണ് LDF അതിശക്തമായൊരു മുന്നണിയായി നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ സാമുദായിക സംഘടനകൾ LDFനോടൊപ്പം ചേരുന്നു. അതുകൊണ്ടാണ് തുടർഭരണം ഉണ്ടാകും എന്ന് LDF പറയുന്നത്. അതാണ് കാൽക്കുലേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് ഇതിനൊക്കെ അപ്പുറത്താണ് ഈ സാമുദായികമായ സൂത്രവാക്യങ്ങളൊക്കെ നിർമ്മിച്ചാലും അതിനൊക്കെ അപ്പുറത്താണ് ഈ പൊതുജന വികാരം എന്ന് പറയുന്നത്. ആ പൊതുജന വികാരം എങ്ങനെയായിരിക്കുമെന്നറിയാൻ ഇനിയും മാസങ്ങളുണ്ട്. നിശ്ചയമായും 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. ആ സമയത്തേക്ക് അടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ പൊതുജന വികാരം രൂപപ്പെടുക? ആര് ജയിക്കണമെന്നുള്ളതാണ്. ഞാൻ മറച്ചു വെച്ചും ഒളിച്ചു വെച്ചും പറയുന്ന ഒരു വ്യക്തിയല്ല. ഇനിയും കോൺഗ്രസ് വരട്ടെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഈ അഭിപ്രായം ഷെയർ ചെയ്യുന്ന ഒരുപാട് നല്ല LDFിലെ സഖാക്കന്മാർ പോലും ഉണ്ട്. CPMനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും മറ്റുമുണ്ട്. ഹാർഡ് കോർ പാർട്ടി പ്രവർത്തകരല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ തംബ്നെയിൽ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു തംബ്നെയിൽ ചെയ്തത്. ഇനിയും കോൺഗ്രസ്, അതായത് ഇനി കോൺഗ്രസ് വരട്ടെ എന്ന്, അല്ലെങ്കിൽ ഇനിയും UDF വരട്ടെ എന്ന്. കാര്യം അങ്ങനെ മാറി മാറി ഭരിക്കുന്നതാണ് നമ്മുടെ നാടിന് ഏറ്റവും നല്ലത്. ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം എല്ലാ കാലവും മൃഗീയ ഭൂരിപക്ഷത്തോടെ ഭരിച്ചാൽ നമുക്ക് വെസ്റ്റ് ബംഗാളിന്റെ ഗതികേട് വരും. അപ്പോൾ അതിന്റെ ആവശ്യമില്ല. മാറി മാറി ഭരിക്കുന്നതാണ് അതിന്റെ ഒരു നന്മ. അപ്പോൾ
ഒരുപാട് പേർ ജനാധിപത്യത്തിന് നല്ലതാണ്, CPM പോലും നല്ലതാണ്. അതായത് കണ്ടിന്യൂസ്ലി CPM അങ്ങനെ ഭരിച്ച് ഏകശിലാത്മകമായി കേരളം പോകുന്നതിനെക്കാട്ടി നല്ലത് മാറി മാറി വരട്ടെ. അതുകൊണ്ട് ഇനിയും കോൺഗ്രസ് വരട്ടെ എന്നുള്ളതാണ് എന്റെയൊക്കെ കാഴ്ചപ്പാടും നിലപാടും. ഇതിന്റെ തമാശ എന്ന് പറഞ്ഞാൽ CPM-ലെ ആൾക്കാർക്ക് BJP-ക്ക് ഒരു 5-6 സീറ്റ് കിട്ടണം എന്നുള്ളതാണ് കാര്യം. അത് കോൺഗ്രസിന്റെ പോകുന്ന സീറ്റുകളായിരിക്കും. BJP-ക്ക് CPM വീണ്ടും വരണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല വിശ്വാസ സംരക്ഷണ യാത്രകളെല്ലാം ഇത്തവണ BJP-യേക്കാൾ ആവേശത്തോടെ കോൺഗ്രസ് ആണ് ചെയ്യുന്നത്. BJP-ക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് വീണ്ടും കോൺഗ്രസ് വരികയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJP-ക്കാർ മെനക്കെട്ടുണ്ടാക്കിയ നായർ നസ്രാണി വോട്ടുകൾ അല്ലെങ്കിൽ സവർണ ഹിന്ദു വോട്ടുകൾ, സവർണ ക്രിസ്ത്യൻ വോട്ടുകൾ, വിശിഷ്യ നായർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ, എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ ഈ സമാഹരിച്ചത് വീണ്ടും അത് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് BJP-യുടെ ആഗ്രഹം CPM ജയിക്കണമെന്നാണ്. CPM-ന്റെ ആഗ്രഹം കോൺഗ്രസിന്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രങ്ങളിൽ കുറച്ച് BJP ജയിക്കണമെന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു നേതാക്കളുടെ പാർട്ടിയാണ്. അതായത് എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് നിർത്തി UDF-ന്റെ ഘടന എന്ന് പറഞ്ഞാൽ ലീഡർ ശ്രീ K കരുണാകരൻ വ്യത്യസ്ത സമുദായങ്ങളെ ഒരുമിച്ച് നിർത്തി. നായർ, ഈഴവ, അന്ന് NDP ഉണ്ട്, SRP ഉണ്ട്, കേരള കോൺഗ്രസുകൾ, പ്രധാനമായും ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കേരള കോൺഗ്രസുകൾ, മുസ്ലിം ലീഗ്, ഇവരെയെല്ലാം ചേർത്ത് നിർത്തിയാണ് ലീഡർ ഈ UDF സംവിധാനം ഉണ്ടാക്കുന്നത്. ഇത് കൺസോൾഡേറ്റ് ചെയ്യാൻ UDF-നാകുമോ എന്നുള്ളതാണ് പ്രധാനമായും നോക്കേണ്ടത്. UDF-ന് കുറച്ച് ഗംഭീരമായ നേതാക്കന്മാരുണ്ട്, പക്ഷെ അത് കൺസോൾഡേറ്റ് ചെയ്ത് ഒരു ഫോഴ്സായി നിന്ന് ഇപ്പൊ LDF-ന്റെ കേഡർ സംവിധാനമോ അതിന് പിന്നിലുള്ള CPM-ന്റെ കേഡർ സംവിധാനമോ BJP-യുടെ പുറകിലുള്ള RSS-ന്റെ കേഡർ സംവിധാനമോ കോൺഗ്രസിനില്ല. ജനങ്ങളുടെ പാർട്ടിയാണ്, ഒരു ഓളത്തിൽ കാര്യങ്ങൾ നീക്കിയെടുക്കുന്ന പാർട്ടിയാണ്. അപ്പൊ ആ സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യം ഒരു ദൗർബല്യം തന്നെയാണ്. കാര്യം ബാക്കി 2 പാർട്ടികളോട് കമ്പയർ ചെയ്യുമ്പോൾ സംഘടനാ സംവിധാനം കുറവാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും കോൺഗ്രസ് വരട്ടെ എന്നുള്ളതാണ് കാര്യം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കുറെ കൂടെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യും. നമ്മുടെ രമേശ് പിഷാരടി പറയുന്ന പോലെ ആൾക്കാരെ കണ്ടാ ചിരിക്കും, പ്രത്യയശാസ്ത്ര പിടിവാശികളില്ല. അപ്പം കോൺഗ്രസ് വരട്ടെ എന്നുള്ളതാണ് എൻ്റെ നിലപാട്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. കോൺഗ്രസ് വരുന്നതാണ് നമ്മുടെ ജനാധിപത്യത്തിന് നല്ലത്, മാറി മാറി ഭരണം വരുന്നതാണ് നല്ലത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആരോഗ്യകരമായ ഒരു സംവാദം നമുക്കാകാം. CPM-ന് തുടർഭരണം വേണോ, കോൺഗ്രസ് വരട്ടെ എന്നാണോ, BJP-ക്ക് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാവണോ എന്നാണോ? നിങ്ങളുടെ കാഴ്ചപ്പാടാണ് എന്താണ് എന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. എന്റെ നിലപാട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഇനി കോൺഗ്രസ് വരട്ടെ എന്നാണ് എൻ്റെ നിലപാട്, എൻ്റെ കാഴ്ചപ്പാട്.